നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ആരാധകരെ വിഷമിപ്പിക്കുന്ന ഒട്ടേറെ ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അതിലൊന്ന്, നെയ്മർ ആദ്യ 11-ൽ തന്നെ 90 മിനിറ്റും കളിച്ചിരുന്നെങ്കിൽ ഈ വിധി ബ്രസീലിനുണ്ടാകുമായിരുന്നോ, ഇങ്ങനെ തോൽക്കുമായിരുന്നോ എന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ല, അത് പ്രയാസകരമാണ്. പക്ഷേ 13ാമത്തെ മിനിറ്റിൽ അവർക്ക് ലഭിച്ച പെനാൾട്ടി, അവരുടെ മത്തേവസ് കുഞ്ഞയെ പെനാൾട്ടി ബോക്സിൽ വീഴ്ത്തിയതിന് കിട്ടിയ പെനാൾട്ടി ഗോളാക്കി മാറ്റുന്നതിൽ ബ്രസീൽ പരാജയപ്പെട്ടിരുന്നു. ആ പെനാൾട്ടി ബ്രൂണോ ഗിമറസിന് ഗോളടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നെയ്മർ കളിക്കളത്തിലുണ്ടായിരുന്നെങ്കിൽ നെയ്മറായിരിക്കും ആ പെനാൾട്ടി അടിച്ചിട്ടുണ്ടാവുക. നെയ്മർ അത് തീർച്ചയായും ഗോളാക്കി മാറ്റുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ബ്രസീൽ ആരാധകരാണ് 99%. അപ്പോൾ ആ ചോദ്യം വളരെ പ്രസക്തമായിട്ട് ആരാധകർക്ക് തോന്നാം. നെയ്മർ കളിച്ചിരുന്നെങ്കിൽ, ആ ഗോൾ ബ്രസീൽ അടിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബ്രസീൽ മുന്നിലെത്തുകയും കളിയുടെ ഗതി തന്നെ മാറുമായിരുന്നു. കളിയുടെ ഗതി മാറ്റി മറിക്കാവുന്ന ഒന്നായിരുന്നു അത്. അങ്ങനെ ഒരുപക്ഷെ ബ്രസീൽ 2-3 ഗോളിന് ജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ ആ പെനാൾട്ടി അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് ആരാധകർ നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതുന്നത്. മാത്രമല്ല, നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യഘട്ടം മുതൽ കളിയിൽ അവരുടെ നോർവേയുടെ എർലിംഗ് ഹാലൻഡിനെ ഒരു സൂപ്പർ താര പദവി ഉള്ളതുപോലെ തന്നെ സൂപ്പർ താരമാണ് നെയ്മർ എന്നുള്ളതും മാനസികമായ ഒരു മുൻതൂക്കം നോർവേക്ക് മേൽ ബ്രസീലിന് ലഭിക്കുമായിരുന്നു. നോർവേയും ആ ഭയം ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ കരുതുന്ന ആരാധകരുണ്ട്. ഇതെല്ലാം എങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്നതാണ്. എന്തായാലും ബ്രസീൽ പുറത്തു പോയിരിക്കുന്നു. നെയ്മർ ഈ ലോകകപ്പിൽ 2 കളികളാണ് കളിച്ചത്. ഈ കളിയിൽ അവസാന ഇഞ്ചുറി ടൈമിൻ്റെ അവസാന മിനിറ്റിൽ അദ്ദേഹം പെനാൾട്ടി ഗോളടിച്ചു. ഒരു ഗോളടിച്ചു അദ്ദേഹം ഈ ലോകകപ്പിൽ. 2 കളി കളിച്ചു, ഒരു ഗോളടിച്ചു. എന്തായാലും ബ്രസീൽ പുറത്തായിരിക്കുന്നു. ഇനി നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതുന്നത് കാര്യമില്ല. പക്ഷേ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറെക്കാലം ആ ചോദ്യം ഇങ്ങനെ കുത്തി ഉണ്ടാകുമെന്നത് ഉറപ്പാണ്.